എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാർത്തിക നക്ഷത്രക്കാരുടെ നവംബർ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ആദ്യം തന്നെ പനിയായിരുന്നു, അതുകൊണ്ടാണ് റീഡിങ്സ് ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. എന്തായാലും നമ്മൾ ഇന്ന് റീഡിങ്സ് കാർത്തിക നക്ഷത്രക്കാരുടെ നവംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Lovers energy, King of Pentacles, Judgment, Ace of Cups, Eight of Swords, Ten of Pentacles, ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് എനർജീസാണ്, അതായത് ലവേഴ്സ് എനർജി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി കണക്ഷൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു പ്രണയം അല്ല. പ്രണയമല്ല എന്ന് പറയുമ്പോൾ പ്രണയത്തെക്കാലത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റും നമ്മളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കില്ല, ഗ്രേ നമ്മൾ പറയില്ല. ഇപ്പോൾ ബ്ലാക്ക് രണ്ടും യെസ് ഓർ നോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സമയങ്ങളായിരിക്കില്ല എപ്പോഴും. നടുക്കൂടി ഒരു ഗ്രേ ലൈൻ ഉണ്ടാവും, ആ ഗ്രേ ലൈൻ പിടിച്ചു പോകണം നമ്മൾ പറയും. കാരണം എപ്പോഴും നമ്മൾ ടോട്ടലി ശരിയോ തെറ്റോ എന്ന് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഏതാണ് ശരി എന്നുള്ളത് നോക്കിയപ്പോൾ അത് നമ്മൾക്ക് ഏതാണ് ബെറ്റർ ആകുന്നത്, നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സമയമാണിത്. ഒരാൾക്ക് ശരിയായിരിക്കും, മറ്റുള്ളവർക്ക് തെറ്റായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് ഫിറ്റ് ആവും, മറ്റേ ആൾക്ക് ആവുന്നുണ്ടാവില്ല. നിങ്ങൾക്കുള്ള ലൈൻ ഏതാണ് എന്നുള്ളത് അനുസരിച്ച് മുന്നോട്ടേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ബാധിക്കുക. കാരണം ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കിയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് എടുത്ത് പറഞ്ഞത്. മറ്റൊരാളുടെ അഭിപ്രായം എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇതെങ്ങനെ ബാധിക്കുന്നു. അപ്പോൾ പലരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന കാര്യം എന്ന് പറയാത്തത്. അത് ചില ആളുകളെ സംബന്ധിച്ച് ബന്ധങ്ങളിലായിരിക്കാം, കരിയറിലായിരിക്കാം. അപ്പോൾ ആ ഒരു ഗ്രേ ലൈൻ, യെസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ആ ഒരു ഗ്രേ ലൈനിൽ പിടിച്ചു പോവുക എന്നുള്ളതാണ് ഇവിടെ ചുരുക്കം സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ ഒരു മാസം പൊതുവേ. എന്ന് വെച്ചിട്ട് ഫാമിലി കാര്യങ്ങൾ നോക്കുന്നില്ല എന്നുള്ളതല്ല. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാസം എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ കരിയറിൽ എന്ത് മാറ്റമാണോ വരുത്താൻ ഉദ്ദേശിക്കുന്നത് ആ മാറ്റം വരുത്താൻ പറ്റിയ ഒരു മാസമാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് കരിയർ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റിയ സമയമാണ്. കരിയർ ചേഞ്ചിന് പറ്റിയ സമയമാണ്. ഓവർഫ്ലോയിങ് അബണ്ടൻസ് ആണ് ഇത്. അപ്പോൾ ജോലി മാറുമ്പോൾ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാവാം. ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാം. പക്ഷേ ജോലി നിങ്ങൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ കൺഫ്യൂഷനായിരിക്കും, ഇത് എടുക്കണോ വേണ്ടയോ, ഇപ്പോൾ ഉള്ളതിൽ തന്നെ തുടരണോ അതോ പുതിയ ജോലിയിലേക്ക് മാറണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം പല കാരണങ്ങൾ കൊണ്ടിട്ട്. അപ്പോൾ പുതിയ ജോലി ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ എന്താണ് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത്. പക്ഷേ മാറ്റം അനിവാര്യമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ ജോലിയിലേക്ക് മാറേണ്ടുന്ന സമയം തന്നെയാണിപ്പോൾ. നിങ്ങളുടെ ആ ഒരു കംഫർട്ട്സിൽ നിന്ന് പുറത്തേക്ക് കടക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് നടക്കണമെങ്കിൽ ഗ്രോത്ത് എപ്പോഴും ചാലഞ്ചിങ് ആയിരിക്കും. അതിന് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ ഒരു പെയിൻ, അതിനെ പുതിയൊരു ജന്മം, അതൊരു കുട്ടി ജനിക്കുമ്പോൾ അതൊരു പെയിൻ ഉണ്ട്, ആ ഒരു അതിനെ അതിജീവിച്ച് നമ്മൾ എങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ടേക്ക് പോവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. സ്വയമുള്ളൊരു വിശ്വാസം മാറ്റി വയ്ക്കാതിരിക്കുക. ഫെയ്ത്ത്, അത് വളരെ നിങ്ങളിലുള്ള വിശ്വാസവും ആ ഒരു പ്രപഞ്ച ശക്തിയിലുള്ളൊരു വിശ്വാസം, അതിൽ മുന്നോട്ടേക്ക് പോവാം. അതേപോലെ പലരെ സംബന്ധിച്ചിടത്തോളം മാനിഫെസ്റ്റേഷൻ്റെ സമയമാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പൊക്കെ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കാം. ആ ഒരു കാര്യം സാധ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലി, ഫിനാൻസ് സംബന്ധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു
സമയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ജഡ്ജ്മെൻറ്റ് എനർജി. ഒരു സെൽഫ് റിയലൈസേഷൻ്റെ ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ നിലയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു ടൈം കൂടിയിട്ട് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ, മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് മനസ്സിലാക്കുക, അതായത് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണോ ജഡ്ജ് ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങളെ കാണാതിരിക്കുക. മറ്റുള്ളവരുടെ അപ്രൂവലിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല എന്നുള്ളത്. ഒരേ ആളുടെ മാത്രം സ്വീകാര്യതയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ. ആ ഒരാളെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരിയായിട്ടുള്ള ഒരു പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വീട്ടമ്മമാർ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ പറയുകയാണെങ്കിൽ സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ട്. കാരണം സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങളെന്താണ്, നിങ്ങളുടെ പേർപ്പസ് എന്താണ് ലൈഫിൽ എന്നുള്ളത് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കുന്നതിലൂടെ എന്താണ്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാഷൻ ഉണ്ടാവും, നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പാഷനെ മനസ്സിലാക്കി അതൊരു വരുമാന മാർഗമാക്കി മാറ്റിയൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അങ്ങനത്തെ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം സാധ്യമാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ലൈഫ് പേർപ്പസ് മനസ്സിലാക്കുന്നു എന്നുള്ളത് പോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പുതിയ പുതിയ കണക്ഷൻസ് ജീവിതത്തിൽ വരാണ്. പുതിയ ആളുകൾ സോൾമേറ്റ് ചില ആളുകൾ കണ്ടെത്തുന്നുണ്ട്. നിങ്ങളെ പുതിയ പ്രണയം, പുതിയ പ്രതീക്ഷ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ്. പുതിയൊരു ഇമോഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാതിരുന്നൊരു പുതിയ ഇമോഷൻ തന്നെ നിങ്ങൾ കണ്ടെത്തുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സൗഹൃദങ്ങൾ, നിങ്ങൾ കുറച്ചുകൂടി മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുന്നു കാര്യങ്ങൾ. സൗഹൃദങ്ങൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സൗഹൃദങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെ ആണ് സൂചിപ്പിക്കുന്നത്. 8 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ആളുകളെ സംബന്ധിച്ച് കുട്ടികളുടെ കാര്യമാണ്. ഇപ്പോൾ കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളെ ബന്ധിച്ച് വയ്ക്കാതെ അവരുടെ ഇഷ്ടത്തിനെന്ന് നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ വേറെ രീതിയിൽ എടുക്കാതെ അവരുടെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞാൽ അവർക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ശരിയായിട്ട് അവരുടെ ഇഷ്ടം എന്താണോ അതിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ എന്നുള്ളതിൽ ഒരു ഗൈഡൻസ് പോലെ നിന്നിട്ട് അതേസമയം അവരെ ഫ്രീ ആയിട്ട് വിടുകയും ചെയ്യുക ഒരു ഗൈഡൻസിന് എപ്പോഴെങ്കിലും ആവശ്യമുണ്ട് അതേപോലെ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പോകുന്ന എനർജിയിലേക്ക് പോവുക. നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെ. കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങളെ പിടിച്ചു വെക്കുകയാണ്, ഇതൊന്നും എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല എന്നുള്ളത്. അതിൽ നിന്ന് പുറത്ത് കടക്കുക. ചില ആളുകൾ ജീവിതത്തിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം. ചിലപ്പോൾ പഠിച്ച സമയത്ത് പഠിത്തം കഴിഞ്ഞ് ചിലപ്പോൾ വിവാഹം കഴിഞ്ഞതായിരിക്കും, മറ്റെന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ ബിസിനസ് എന്തെങ്കിലും ചെയ്ത് കാണും, ഫാമിലി ബിസിനസ്സോ മറ്റ്. ഇപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലി ലഭിക്കുന്നു എന്നുള്ളതാണ് പറയുകയാണെങ്കിൽ അത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഫാമിലി റിയൂണിയൻ പോലത്തെ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബത്തോടൊപ്പമുള്ള ഒരു ഒത്തുചേരലാണ്. അപ്പോൾ ഒരുമിച്ച് കുടുംബത്തോടൊപ്പം ജീവിതം സന്തോഷമായിട്ട് ആസ്വദിക്കുന്ന ഒരു സമയം ഫാമിലിയായിട്ട്, എക്സ്റ്റെൻഡഡ് ഫാമിലി. ഇപ്പോൾ അച്ഛൻ, അമ്മ, അതിൻ്റെ അപ്പുറത്തേക്ക് മുത്തശ്ശൻ, മുത്തശ്ശി, സഹോദരങ്ങൾ, അതുപോലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള സന്തോഷം. ഇപ്പോൾ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ വരുന്നതിൻ്റെ സന്തോഷമായിരിക്കും ഈ മാസമോ അടുത്ത മാസം വരുന്നതിൻ്റെ തയ്യാറെടുപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷൻസ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.